സ്വിഗ്ഗി സൊമാറ്റോ പോകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്നറിയോ? നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും ബൈക്ക് എടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഈ ബാഗ് അഴിച്ചിട്ട് വേണം. അപ്പോൾ ഈ ബാഗ് അഴിച്ച് വന്ന് പിന്നെ നമ്മൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും സ്വിഗ്ഗി പണിക്ക് ഇറക്കുന്ന സമയത്ത് ഈ ബാഗ് എടുത്തിട്ട് വീണ്ടും കെട്ടണം. അപ്പോൾ അത് ഇനിയൊരു പണിയാണ്. ഞാനിപ്പോൾ എൻ്റെ ബൈക്ക് ഇവിടുത്തെ ബാഗൊക്കെ അഴിച്ച് മാറ്റിയതോ അവിടെ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ സ്വിഗ്ഗിയുടെ ബാഗാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്നത്. സൊമാറ്റോയുടെ ബാഗ് കൊണ്ടുപോകുന്നില്ല. കാരണം വേറൊന്നുമല്ല, എൻ്റെ ആ ബാഗ് കുറച്ച് ഡാമേജ് ആയി. ഇപ്പോൾ പുതിയ ബാഗൊന്നും എടുക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സൊമാറ്റോയുടെ ഫ്ലാറ്റ് പേ എനിക്ക് തോന്നുന്നു ഞാൻ ഇറങ്ങാതിരിക്കുന്നത് കൊണ്ടാണ് അവരെനിക്ക് ഇട്ട് തരുന്നത്. അതിപ്പോൾ എന്തായാലും മിക്കവാറും ഈ അടുത്തങ്ങ് തീരും. അപ്പോൾ ഞാൻ വീണ്ടും ബാക്ക് ടു സ്വിഗ്ഗി തന്നെ വരും. കാരണം എനിക്ക് കുറച്ചും കൂടെ സൊമാറ്റോനെക്കാട്ടും ഓടാൻ ഇഷ്ടം സ്വിഗ്ഗിയാണ്. അറിയില്ല, ഇനിയിപ്പോൾ ഫ്ലാറ്റ് പേ മാറിയിട്ടൊന്ന് ഓടി നോക്കണം, ഇൻസെൻറ്റീവ് സ്കീമിലൊന്ന് ഓടി നോക്കണം. അപ്പം എന്തായാലും നമുക്കെന്ത് വർക്കിന് പോകാം. നമ്മളിപ്പോൾ ഫ്ലാറ്റ് പേ തുടങ്ങിയതിന് ശേഷം 3ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു. ഈ കഴിഞ്ഞ 3 ദിവസവും കഴിഞ്ഞ 2 ദിവസം നമ്മൾ അത്യാവശ്യം നല്ല ഏണിങ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇന്നും ഞാൻ ഒരു 1000 രൂപ പ്രോഫിറ്റ് അടിച്ചിട്ട് വരാനാണ് പ്ലാൻ. എന്താവും അറിയില്ല, നോക്കി നോക്കാം. ഈ സ്വിഗ്ഗി സൊമാറ്റോ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ നിന്നും എനിക്ക് ഏറ്റവും അടുത്ത സോൺ വരുന്നത് സൊമാറ്റോ ആണ്. പക്ഷെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് പോയിട്ട് നിന്നിട്ട്, അതായത് എനിക്ക് ഏറ്റവും ആക്സസ് ചെയ്യാൻ പറ്റിയ സോണിൽ പോയി നിന്നിട്ട് ഡ്യൂട്ടി ഓൺ ആക്കിയിട്ട് കാര്യമില്ല. കാരണം അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ കൂടെ ഒരു റെസ്റ്റോറൻറ്റ് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു 1-2 റെസ്റ്റോറൻറ്റ് മാത്രമേ ഉള്ളൂ. അത് തന്നെ എനിക്ക് 12 മണിക്ക് 1 മണിക്ക് ശേഷമാണ് തുറക്കുക. അതുകൊണ്ട് ആ പരിസരത്ത് നിന്നിട്ട് നമുക്ക് ഡ്യൂട്ടി ഓൺ ആക്കിയിട്ട് കാര്യം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. നമുക്ക് നൈസായിട്ട് ടൗണിലേക്ക് മൂവ് ആയി നോക്കണം. എനിക്ക് സ്വിഗ്ഗിയുടെ സോണിലേക്ക് 12 കിലോമീറ്ററും സൊമാറ്റോയുടെ സോണിലേക്ക് 6 കിലോമീറ്ററുമാണ് സോണിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. സോ സ്വിഗ്ഗിയുടെ സോണിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഡ്യൂട്ടിക്ക് പോകുന്നതും ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വരുന്ന ആ ഒരു കിലോമീറ്റർ മാത്രം നോക്കുകയാണെങ്കിൽ എനിക്ക് 50 രൂപയുടെ പെട്രോൾ ആവശ്യമായിട്ട് വരും. സോ നമ്മൾ ടോട്ടൽ പെട്രോൾ എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊരു ഭയങ്കര ദൂരമാണ്. ഞാൻ ഇന്നാൾ ഒരുത്തനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവൻ 22 കിലോമീറ്റർ വീട്ടിൽ നിന്നും ട്രാവൽ ചെയ്തിട്ടാണ് സ്വിഗ്ഗിയുടെ സോണിലേക്ക് വരുന്നത്. അപ്പൊ അവന്റെ കഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പ് ആൻഡ് ഡൗൺ അവൻ മൊത്തം 44 കിലോമീറ്റർ ഓടണം. 44 കിലോമീറ്റർ ഓടണമെങ്കിൽ ഓൾമോസ്റ്റ് നമുക്കൊരു 100 രൂപയുടെ പെട്രോൾ അങ്ങനെ തന്നെ പോകും. അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ആക്ച്വലി നിങ്ങൾ സ്വിഗ്ഗി വർക്ക് ചെയ്യാത്തതാണ് നല്ലത്. കാരണം 100 രൂപയുടെ പെട്രോളൊക്കെ അങ്ങനെ പോവാന്ന് പറയുമ്പോൾ ഇവിടെ പെട്രോൾ ഉണ്ടോ? ഇവിടെ ഉണ്ടല്ലേ. അവന് ആദ്യമേ പറഞ്ഞൂടെ, പല്ലും കുത്തി നിൽക്കുക. 300. ഇന്ന് ഞാൻ മൊത്തം 1300-1400 രൂപ അടിച്ചിട്ടേ തിരിച്ചു വരുള്ളൂ എന്നുള്ള ദൃഢനിശ്ചയത്തിലാണ് പോകുന്നത്. അത് അടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ 300 രൂപയ്ക്ക് പെട്രോൾ അടിച്ചത്. എന്റെ ഒരു കാൽക്കുലേഷൻ പ്രകാരം ഇന്നൊരു 150 കിലോമീറ്റർ ഓടും എന്നാണ് എനിക്ക് തോന്നുന്നത്. 150 കിലോമീറ്റർ എനിക്ക് 300 രൂപയുടെ അടുത്ത പെട്രോൾ മാത്രമാണ് ആവശ്യം. ഞാൻ അങ്ങനെ സൊമാറ്റോടെ എന്റെ നിയർ ബൈ സോണിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ ഗോ ഓൺലൈൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഓർഡർ അടിക്കൂല, നമുക്ക് നൈസായിട്ട് ടൗണിലേക്ക് മൂവ് ആവാം. ഇന്നത്തെ ഫ്ലാറ്റ് പേ എങ്ങനെയാ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ പുലർച്ചെ 12 മണി മുതൽ ഉച്ച 12 മണി വരെ 65 രൂപയും, അതുപോലെ തന്നെ ഉച്ച 12 മണി തൊട്ട് രാത്രി 12 മണി വരെ 70 രൂപയും. അതായത് രാവിലത്തെ ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലാറ്റ് പേ ആയിട്ട് കിട്ടുന്നത് 65 രൂപയാണ്. നോർമൽ കിട്ടുന്നതിൽ നിന്നും 5 രൂപ ഇന്ന് കുറവാണല്ലോ. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഫ്ലാറ്റ് പേന്റെ ഇത് നോക്കിയപ്പോൾ 85 രൂപ. എന്റെ പൊന്നളിയ. അന്നൊക്കെ വർക്ക് ചെയ്ത ആൾക്കാർക്ക് 10 ഓർഡർ എടുത്താൽ 850 രൂപ. 10 ഓർഡർ എടുക്കാൻ എങ്ങനെ പോയാലും 60 കിലോമീറ്റർ മാക്സിമം ഒക്കെ ഓടുള്ളൂ. അതിനൊരു 100 രൂപയുടെ പെട്രോൾ മതിയാവും. സോ 850 രൂപയിൽ നിന്ന് 100 രൂപ കുറച്ചാൽ 750 രൂപ അപ്പൊ തന്നെ അവർക്ക് പ്രോഫിറ്റ്. എന്റെ മോനെ, എല്ലാ കാലവും സൊമാറ്റോ ഇങ്ങനെ തന്നെ ആയിരുന്നെങ്കിൽ കഴിച്ചിലായി പോയേനെ. ഓക്കെ ഗൈസ്, നമ്മുടെ ആദ്യത്തെ ഓർഡർ നമുക്ക് ഐശ്വര്യമായിട്ട് തന്നെ കിട്ടിയിരിക്കുകയാണ്. 65 രൂപയാണ് ഫ്ലാറ്റ് പേ എമൗണ്ട്. ഗുൽമോഹർ റെസ്റ്റോറന്റ് നിന്നാണ് നമുക്ക് എടുക്കാനുള്ളത്. സോ ഇവിടെ അടുത്ത് തന്നെയാണ്. ഞാനിപ്പോ ഇങ്ങനെ വിചാരിച്ചിട്ടേ ഉള്ളൂ. നമ്മൾ ഡ്യൂട്ടി ഓൺ ആക്കിയിട്ട് നാട്ടിൽ നിന്ന് ഏകദേശം ഇങ്ങനെ ഒരു 10 മിനിറ്റ് ആയി നമ്മൾ ടൗണിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇതുവരെ ഓർഡർ അടിഞ്ഞില്ല. ഞാൻ പിന്നെ ഓർഡർ അടിയുന്നിടത്തോളം അടിയട്ടെ എന്നൊക്കെ വിചാരിച്ച് പാട്ടും പാടി പതുക്കെ ഒരു 10-20 സ്പീഡിലൊക്കെയാണ് ഞാൻ വന്നത്. ഓക്കെ, ഇന്ന് എനിക്ക് 4 പ്രാർത്ഥനകളാണുള്ളത്. 1, ലോങ് ഓർഡർ കിട്ടരുത്. 2, നല്ല കസ്റ്റമർ ആയിരിക്കണം, ഐ മീൻ ടിപ്പൊക്കെ തരുന്ന കസ്റ്റമർ ആയിരിക്കണം. 2 പറഞ്ഞല്ലോ. 3, വഴി തെറ്റരുത്, അതായത് നേരായ വഴിയിലൂടെ പോകണം. 4, ഒരു റെസ്റ്റോറന്റിലും ഈ പറഞ്ഞ പോലെ പോസ്റ്റ് അടി ഉണ്ടാവരുത്. ഈ 4 പ്രാർത്ഥനകളും എന്റെ കൂടെ ഉണ്ടാവണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആദ്യത്തെ ഓർഡർ എടുക്കാനായിട്ട് പോവാണ് സുഹൃത്തുക്കളെ. സോ നമ്മളങ്ങനെ ഗുൽമോഹർ റെസ്റ്റോറന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചില സാങ്കേതിക തകരാറ് മൂലം ആദ്യത്തെ ഓർഡർ നമ്മൾ ഗുൽമോഹർ പോയി എടുത്തത് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് കൊടുക്കുന്നൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. വേറെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൊമാറ്റോനെ ആരോ കണ്ണു വെച്ചു ഗൈസ്. കാരണം ഗുൽമോഹറിൽ ഓർഡർ കൊടുത്തിട്ട് 1/4 മണിക്കൂറായിട്ട് ഇതുവരെ ഒരു ഓർഡർ പോലും അടിഞ്ഞിട്ടില്ല. ആദ്യത്തെ ഓർഡർ നമുക്ക് ആകെ വെറും 1 കിലോമീറ്റർ മാത്രമേ പോകാനുണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ടൗണിലേക്ക് വരുന്ന സമയത്താണ് ഈ ഏറ്റവും ചുരുങ്ങിയ അളവിൽ
നമുക്ക് ഓർഡർ കൊടുക്കാനുള്ളത് ഈ മെഡിക്കൽ കോളേജ് ഭാഗത്തൊക്കെ ആയിരുന്നല്ലോ ഞാൻ പൊതുവേ സൊമാറ്റോക്ക് ഇറങ്ങുമ്പോൾ പോവാറ്. അവിടെയാണ് എനിക്ക് 8-9 കിലോമീറ്റർ കിട്ടാറ്. ഇവിടെയും കിട്ടാറുണ്ട്, പക്ഷെ പൊതുവെ എനിക്ക് തോന്നുന്നു ഏറ്റവും ചുരുങ്ങിയ കിലോമീറ്ററിൽ ഓർഡർ കിട്ടുന്നത് ടൗൺ ഏരിയയിലേക്ക്. എന്റെ മോനെ, ആദ്യത്തെ ഓർഡറിന് ശേഷം 1 മണിക്കൂറിനാണ് നമുക്ക് പോസ്റ്റ് ഐഡി കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് നമുക്കിപ്പോ രണ്ടാമത്തെ ഓർഡർ കിട്ടിയിരിക്കുന്നത് അംബിക റെസ്റ്റോറന്റിൽ നിന്നും. എന്റെ അമ്മ, ഇന്ന് എന്തൊരു പോസ്റ്റ് ഡേ. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈ എല്ലാവർക്കും ഈ സൊമാറ്റോ ഫ്ലാറ്റ് പേ ആയിട്ടാണോ കൊടുക്കുന്നത്, അതോ എനിക്ക് മാത്രമാണോ? എനിക്ക് തോന്നുന്നു എനിക്ക് മാത്രമായിട്ടാണ് ഇങ്ങനെ കിട്ടുന്നതെന്ന് തോന്നുന്നു. കാരണം ഞാൻ സൊമാറ്റോ ഇറങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 4 മാസത്തിന് മേലെ ആയിട്ടുണ്ടാവും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഫ്ലാറ്റ് പേ കിട്ടുന്നത്. സാധാരണ ഇവന്മാർ ഇങ്ങനെ തരാറുണ്ട്. നമ്മൾ ഒരുപാട് കാലം ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഇറങ്ങാൻ വേണ്ടി ഇവന്മാർ വലിയ സർജൊക്കെ ഇട്ട് തരും, നല്ല ഓർഡറും തരും. പക്ഷെ നമ്മൾ ഇറങ്ങി കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്മാരെ മെല്ലെ ചവിട്ടിക്കളയും. അങ്ങനെ ഒരു സ്വഭാവം ഇവന്മാർക്ക് പണ്ടേ ഉണ്ട്. സമയം അങ്ങനെ 12 മണി ആവാറായി. നമ്മൾ 10 മണിക്കായിരുന്നു, 9:30-10 മണിക്കാണ് നമ്മളിപ്പോ സോണിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. കണ്ടില്ലേ, 2 മണിക്കൂർ കൊണ്ട് നമുക്ക് വെറും 2 ഓർഡറാണ് കിട്ടിയത്. അതായത് മണിക്കൂറിൽ 1. വാവ്, നല്ല തിരക്കും നല്ല വെയിലും. നമ്മൾ അങ്ങനെ അംബിക റെസ്റ്റോറന്റിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. റീച്ച്ഡ് അംബിക റെസ്റ്റോറന്റ്. ഓർഡർ ഗെറ്റിംഗ് പ്രിപ്പയർഡ്. വാവ്, ഓർഡർ റെഡി ആയിട്ടില്ല. ബീഫ് നാടൻ ചില്ലി, ചിക്കൻ ലിവർ ഫ്രൈ, 8 അപ്പം. എന്റെ അമ്മ, ഉണ്ണങ്കാച്ചി കോമ്പോ ആണല്ലോടെ. വലിയ പോസ്റ്റഡി തരാണ്ട് നമുക്ക് ഓർഡർ റെഡി ആയിട്ടുണ്ട്. 0069. ഈ ഓർഡർ എവിടെ നിന്ന് എടുക്കുന്നത്? യെസ് ഗൈസ്, അങ്ങനെ ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ ഓർഡറും സക്സസ്ഫുള്ളി പിക്ക് ആയിട്ടുണ്ട്. 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തേക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഈ ഓർഡർ നമുക്ക് കൊണ്ടു കൊടുക്കാനുള്ളത് കരുവശ്ശേരി ഭാഗത്തേക്കാണ്. കൊണ്ടുപോകുന്ന ഐറ്റം എന്ന് പറയുന്നത് ചിക്കൻ ലിവർ ഫ്രൈയും പറയുന്നത് തെറ്റിപ്പോയി. പിന്നെ വേറെ എന്തോ ഒരു ഐറ്റം കൂടെ ഉണ്ട്. പിന്നെ 8 അപ്പമാണ് ഗൈസ്. പോകാനുള്ള ദൂരം നമുക്ക് 4 കിലോമീറ്റർ മാത്രമാണ്. സോ നമുക്ക് കസ്റ്റമർ ലൊക്കേഷനിലേക്ക് പോയാലോ. പൊനത്തിൽ പറമ്പിൽ ഹൗസ് ആണ് വീട്ടുപേര്. ഇത് എവിടാണാവോ? സിബിൻ എന്നാണ് ആളുടെ പേര്. നമ്മളിപ്പോ എക്സാക്ട് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഞാനിവിടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു പച്ച പെയിന്റ് അടിച്ച വീടാണോ? അല്ല, അതിന്റെ ആ കഴിഞ്ഞ റൈറ്റിലേക്ക് ചെറുലിട്ട വഴിയുണ്ടോ? നീല പെയിന്റ് അടിച്ച വീട്, മറ്റേ മുകളിൽ ഷീറ്റ് ഒക്കെ ആയിട്ട്. ഓക്കെ, ഉള്ളോട്ടേക്കുള്ള വീടല്ലേ ഇന്റർലോക്ക് ചെയ്ത്? ശരി. യെസ്, ഇപ്പൊ നമ്മൾ 16 കിലോമീറ്റർ ഓടി. എന്റെ വീട്ടിൽ നിന്ന് അടക്കമുള്ള കിലോമീറ്റർ ആണിത്. 16 കിലോമീറ്റർ ഓടി. 130 രൂപയാണ് ഏണിങ്സ് ഉണ്ടായത്. 70 രൂപയാണ് ഫ്ലാറ്റ് പേ എങ്കിൽ 140 രൂപയായിരുന്നു. ഇനി അടുത്ത ഓർഡർ എപ്പോൾ അടിയോ എന്തോ. ഇവിടെ നിന്നാലൊന്നും ഓർഡർ അടിയൂല. ഇപ്പൊ 11:45 ആയിരിക്കുകയാണ് സമയം. 12 മണി മുതൽ നമുക്ക് 70 രൂപ സർജ് ബോണസ് ഉണ്ട്. സർജ് ബോണസ് അല്ല, ഫ്ലാറ്റ് പേ ഉണ്ട്. സോ അതിന് കാത്തിരിക്കാം. അങ്ങനെ നമുക്ക് മൂന്നാമത്തെ ഓർഡറോടെ കിട്ടിയിരിക്കുകയാണ്. പിക്കപ്പ് 3.5 കിലോമീറ്റർ, ഡ്രോപ്പ് ലൊക്കേഷൻ 2 കിലോമീറ്റർ. വാവ്, മൊത്തത്തിൽ നമുക്ക് 5 കിലോമീറ്റർ 65 രൂപ. പക്ഷെ ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അങ്ങ് നിൽക്കുമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സൊമാറ്റോ ഇറങ്ങിയപ്പോഴും എനിക്ക് അവിടെ നിന്നാണ് ഫസ്റ്റ് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് അവിടുത്തെ ഓർഡർ കിട്ടാനായിട്ട് 1 മണിക്കൂർ ഞാൻ അവിടെ ചെലവഴിച്ചു. അവസാനം ഞാൻ ഓർഡർ ട്രാൻസ്ഫർ ചെയ്തു, അതായത് ക്യാൻസൽ ചെയ്തിട്ടാണ് പിന്നെ തിരിച്ചു വന്നത്. ഇതും മിക്കവാറും അങ്ങനെ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഞാൻ അതല്ല ചോദിക്കുന്നത്. ഇപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ഇവന്മാർക്ക് ഓർഡർ ഓഫ് ചെയ്ത് വെച്ചാൽ പോരും. ഇത് കിട്ടുന്നതൊക്കെ അവർക്ക് വേണമെന്ന് അവർക്ക് കൃത്യസമയത്തിന് പ്രോഡക്റ്റ് തരാനും പറ്റൂല. ദൈവമേ, അങ്ങനെ നമ്മൾ ലിക്വിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഓർഡർ പെട്ടെന്ന് കിട്ടണേ ദൈവമേ. ഏതോ ഒരെണ്ണം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതായിരിക്കണേ. ഭാഗ്യത്തിന് വലിയ തോത് കാത്തിരിപ്പിച്ചിട്ടില്ല. 49.98. പ്ലസന്റ് ലേഡീസ് ഹോസ്റ്റൽ. അതിവിടെ പ്ലസന്റ് ലേഡീസ് ഹോസ്റ്റൽ. എനിക്ക് മനസ്സിലായി. ലേഡീസ് ഹോസ്റ്റലിൽ ഞാൻ സാധാരണ പെട്ടെന്ന് മറന്നു പോവാത്താണ്. പിന്നെ അങ്ങോട്ടേക്കൊക്കെ ഓർഡർ കിട്ടിയിട്ട് കുറെ കാലമായി, അതുകൊണ്ടാണ് ഓർമ്മയില്ലാത്തത്. ഓക്കെ ഗൈസ്, അങ്ങനെ ഈ ഓർഡർ നമുക്ക് കൊണ്ടു കൊടുക്കാം. പ്ലസന്റ് ലേഡീസ് ഹോസ്റ്റലിലേക്കാണ് കൊണ്ടുപോകുന്ന ഐറ്റം എന്ന് പറയുന്നത് ലോഡഡ് ചിക്കൻ ഫ്രൈസ് ആണ് സുഹൃത്തുക്കളെ. അപ്പൊ ഗോയിങ് ടു ദ കസ്റ്റമർ ലൊക്കേഷൻ. ഹലോ, സൊമാറ്റോ എന്നാണ്. ഇവിടെ താഴെ എത്തിയുണ്ട്. ഓക്കെ, ഞാനിന്ന് ഈ പോക്ക് പോവാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം വരെ നിൽക്കും തോന്നുന്നില്ല. കാരണം ഓർഡർ ഉണ്ടെങ്കിലല്ലേ നിന്നിട്ട് കാര്യമുള്ളൂ. വീണ്ടും അടിഞ്ഞിട്ടുണ്ട് ഓർഡർ. യെസ്, 70 രൂപ. പക്ഷേ പിക്കപ്പ് ലൊക്കേഷൻ 1 കിലോമീറ്ററും ഡ്രോപ്പ് ലൊക്കേഷൻ 7 കിലോമീറ്ററും. ദൈവമേ, പണി തുടങ്ങിയല്ലോ. എന്തായാലും ഇപ്പൊ നമുക്ക് ഓർഡർ കിട്ടിയിരിക്കുന്നത് നഹദി കുഴിമന്തി എന്നാണ്. തൊട്ട് ബാക്ക് തന്നെയാണ് രണ്ടാമത്തെ ബാച്ച് ഓർഡർ അടിച്ചിരിക്കുന്നത്. ഇത് സൂഫി മന്തി എന്നാണ് എടുക്കാനുള്ളത്. അതുപോലെ തന്നെ ഡ്രോപ്പ് ലൊക്കേഷൻ വരുന്നത് 10.8 കിലോമീറ്റർ. അങ്ങനെ 140 രൂപയുടെ ഓർഡർ ഇപ്പൊ അടിച്ചിരിക്കുകയാണ്. ഈ ഓർഡർ നമുക്ക് എത്ര കിലോമീറ്റർ ഓടും എന്നുള്ളത് നോക്കാം. ഇപ്പൊ ഞാൻ 23 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഈ 2 ഓർഡറും കൊടുത്ത് തീരുമ്പോൾ എത്ര കിലോമീറ്റർ ഓടും നോക്കാം. ഫസ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് നഹദി കുഴിമന്തി എന്നാണ്. സോ നമ്മളങ്ങനെ നഹദി കുഴിമന്തിയിലെത്തി. നഹദി കുഴിമന്തിയെ ഓർഡർ റെഡി ആയിരിക്കണേ. ചൂടത്ത് നിൽക്കാനാവുന്നില്ല. യെസ്, ഓർഡർ ഈസ് റെഡി. പിക്ക് നൗ. 5148. നെക്സ്റ്റ് വൺ ഈസ് സൂഫി മന്തി. സൂഫി മന്തിയിലൊക്കെ തിരക്കാവുന്നതേ ഉള്ളൂ. ഇവിടുത്തെ സ്ഥിതി എന്താ? ഓർഡർ റെഡി ആയിട്ടുണ്ടോ?
21-14. വാവ്, സൂപ്പർ. ഇതിൽ നമുക്ക് ആദ്യത്തെ ഓർഡർ കൊണ്ടു കൊടുക്കാനുള്ള എന്നെ എന്റെ നാട്ടിലേക്ക്. ഈ നാട്ടിലേക്ക് ഓർഡർ കിട്ടുന്ന സത്യം പറഞ്ഞാൽ എന്തോ ഒരു ഡിസ്റ്റർബാണ്. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരിക എന്ന് പറയുന്നത് എന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്ന പോലെയാണ്. എന്തായാലും പോയല്ലേ പറ്റുള്ളൂ. അപ്പൊ ഗോയിങ് ടു ദ കസ്റ്റമർ ലൊക്കേഷൻ. നമ്മൾ ആദ്യത്തെ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. അബീക്കോ ബിൽഡിംഗ്, തടമ്പാട്ട് താഴെ, കോഴിക്കോട്. വിളിച്ചു നോക്കാം. കസ്റ്റമർ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഈ അബീക്കോ ബിൽഡിംഗ് തടമ്പാട്ടത്ത് എവിടെയാ? ഓട്ടോ സ്റ്റാൻഡിന്റെ ആ റോട്ടാണോ? മറ്റേ പറമ്പേസ റോഡിലേക്കാണോ വരണ്ടേ? മണ്ണിട്ട റോഡ് ലെഫ്റ്റിലേക്കാണോ? ആ, അത് തന്നെ. ശരി. അങ്ങനെ ബാച്ച് ഓർഡറിൽ നമ്മൾ ആദ്യത്തെ ഓർഡർ കൊടുത്തു. 23 കിലോമീറ്ററിലായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. റെസ്റ്റോറന്റിലേക്ക് ഒരു 1 കിലോമീറ്റർ ഒക്കെ കൂട്ടുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഇവിടെ എത്തിയ സമയത്ത് 30 കിലോമീറ്റർ ആയി. അതായത് 7 കിലോമീറ്റർ ആണ് റെസ്റ്റോറന്റ് ടു ഇങ്ങോട്ടേക്കുള്ള ദൂരം. അപ്പൊ അതിനകത്ത് ഡ്രോപ്പ് ലൊക്കേഷൻ 9 കിലോമീറ്റർ എങ്ങാണ്ടോ 8 കിലോമീറ്റർ എങ്ങാണ്ട് കാണിച്ചല്ലോ. എന്തായാലും നമുക്ക് കിലോമീറ്റർ ഓട്ടം കുറവാണ്. ഇനിയിപ്പോ അടുത്ത ലൊക്കേഷനിലേക്ക് ഓർഡർ വന്ന സമയത്ത് അവർ കാണിച്ചിരിക്കുന്നത് 10 കിലോമീറ്റർ ആയിരുന്നു. നമുക്ക് നോക്കി നോക്കാം. ഇപ്പൊ 30 കിലോമീറ്ററിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഗോയിങ് ടു ദ നെക്സ്റ്റ്. അങ്ങനെ വി റീച്ച്ഡ് നെക്സ്റ്റ് കസ്റ്റമർ ലൊക്കേഷൻ. ഇത് കസ്റ്റമർ ലൊക്കേഷനൊക്കെ ഇടുന്ന കിലോമീറ്റർ ഒക്കെ തെറ്റാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു 4 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ശ്രേയ, രോഹിണി പറമ്പത്ത്. ഹലോ, സൊമാറ്റോ എന്നാണ്. സുന്മ ബയോഫാമിന്റെ അടുത്തേക്ക് വരാൻ പറ്റുമോ? അയ്യോ, അത് എവിടെയാന്ന് അറിയില്ല. അവിടെ അതിന്റെ ഫ്രണ്ടിൽ ഗേറ്റിലുണ്ട്. ഓക്കെ, അവിടുന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് വരാം. അപ്പൊ ആ ഗേറ്റിന്റെ അവിടുന്ന് ഓപ്പോസിറ്റ് സൈഡിൽ മൂന്നാമത്തെ വീട്, ഒരു നീല കളർ ഗേറ്റ് ഉള്ള ഒരു വീട് കാണാം. ഞാൻ പുറത്തേക്ക് നിക്കാം. വേണ്ട, ഞാനിവിടെ എത്തി. സമയം അങ്ങനെ 4:45 നമ്മൾ 16 ഓർഡറാണ് കംപ്ലീറ്റ് ചെയ്തത്. ആൻഡ് ഇത് നമ്മൾ 17ാമത്തെ ഓർഡറാണ് എടുക്കാൻ പോകുന്നത്. 1105 രൂപയാണ് ഇപ്പോഴത്തെ നമ്മുടെ ഏണിങ്സ് എന്ന് പറയുന്നത്. കറന്റ് നമ്മളിപ്പോ 92 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് നല്ലൊരു റെസ്റ്റോറന്റിൽ ഞാൻ കയറി. അശോകപുരം ഭാഗത്തുള്ള സേനാ ഭോജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ടല്ല അവിടെ കയറുന്നത്. നല്ല ഫുഡാണ്. 60 രൂപയുള്ളൂ ചോറിന്. ഇന്ന് എനിക്ക് അവിടെ ചിക്കൻ കറി കിട്ടി ഗൈസ്. അവിടെ മീൻകറി ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 3:30 മണിക്കായിരുന്നു ചോറുന്നാൻ പോയത്. അതുകൊണ്ട് തന്നെ മീൻകറി തീർന്നു പോയത് കൊണ്ട് എനിക്ക് ചിക്കൻ ചാറാണ് അവർ തന്നത്. ഞാൻ നല്ലോണം ഫുഡും കഴിച്ചു. ഉച്ചയ്ക്ക് ശേഷം ഉണ്ടല്ലോ നമുക്ക് അങ്ങനെ പോസ്റ്റഡി ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നല്ല രീതിക്ക് തന്നെ ഓർഡർ ഉണ്ടായിരുന്നു. പക്ഷെ വിഷയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പവർ ബാങ്ക് ഇല്ലാത്തത് കൊണ്ട്, എന്റെ പവർ ബാങ്ക് ഉണ്ടായിരുന്നു, റെഡ്മിയുടെ ഒരു 20,000 പവർ ബാങ്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് കേട് വന്നത് കൊണ്ട് എന്റെ ഫോണിൽ ഇപ്പൊ ചാർജ് തീരാറായി. മേ ബി ഇത് നമ്മുടെ ലാസ്റ്റ് ഓർഡർ ആയിരിക്കും. ഞാൻ രാത്രി വരെ നിന്നിട്ട് ഒരു 1500 ഒക്കെ ഉണ്ടാക്കി പോവാമെന്ന് വിചാരിച്ചതായിരുന്നു. ഇനിയിപ്പോ ഇതും കൂടെ കൊടുക്കുമ്പോഴത്തേക്കും 1180, 1200 രൂപയുടെ അടുത്ത് മാത്രമല്ലേ ആവുള്ളൂ. ഇവിടെ നിന്നാണ് നമുക്ക് ഓർഡർ എടുക്കാനുള്ളത്. ബെസ്റ്റോ ബേക്സ്. ഇവിടെ നിന്ന് ബേക്കറിയോ കേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. ടാസ്ക് ആണ് ഈ കേക്ക് കൊണ്ടുപോവാന്ന് പറയുന്നത്. ഇത് ചെരിഞ്ഞാലൊക്കെ പ്രശ്നമാണോടെ. ആക്ച്വലി ഈ കേക്കിന്റെ ഓർഡറൊക്കെ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ 3-4 കിലോമീറ്റർ അതിന്റെ മുകളിലേക്കൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് കേക്ക് അവിടെ എത്തുമ്പോഴത്തേക്കും ജ്യൂസ് അടിച്ച മാതിരിയാവും. വലിയൊരു ടാസ്ക് ആണ്. എന്തായാലും നമുക്ക് കസ്റ്റമർ ലൊക്കേഷനിലേക്ക് പോയി നോക്കാം. എത്ര കിലോമീറ്റർ ഉണ്ടെന്നുള്ളതൊക്കെ നോക്കി നോക്കാം. ഈ കസ്റ്റമർ ഫ്ലാറ്റിന്റെ പേര് എഴുതിയിട്ടില്ല. മലബാറിന്റെ ഈ ഫ്ലാറ്റ് തന്നെയാണെന്ന് തോന്നുന്നു. ഓപ്പോസിറ്റ് 2 ഫ്ലാറ്റ് ഉണ്ട്. എന്തായാലും നമുക്ക് മലബാറിൽ കയറി നോക്കാം. മലബാറിന്റെ ഫ്ലാറ്റ് ആണോ അത്? വെയിൽ കൊണ്ടിട്ടും അതുപോലെ തന്നെ ഡീഹൈഡ്രേഷനും കൊണ്ട് എനിക്ക് നല്ല തലവേദന ഉണ്ട്. അതുപോലെ തന്നെ ബാറ്ററി ചാർജ് മൊത്തത്തിൽ തീർന്നു പോയി. ഈ സമയത്ത് ഇങ്ങനത്തെ ഈ പണികൾക്കൊക്കെ പവർ ബാങ്ക് ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊത്തത്തിൽ പണിനെ അത് ബാധിക്കും. ഞാനൊന്ന് ആക്ച്വലി ചാർജൊക്കെ ഉണ്ടെങ്കിൽ തലവേദന ആണെങ്കിൽ പോലും ഞാൻ രാത്രി വരെ നിന്നിട്ട് ഒരു കാക്ക മെനക്കെട്ട് കരയുന്നുണ്ട്. ഇതുവരെ ആ കാക്കനെ കൊണ്ടൊരു ശല്യം ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ നേരത്താണ് ആ കാക്കനെ കൊണ്ട് ശല്യം. അപ്പം ഞാൻ മെനക്കെട്ട് രാത്രി വരെ നിന്നിട്ട് ഒരു 1500 ഒക്കെ അടിച്ചിട്ട് തിരിച്ചു വരൂ എന്ന് ദൃഢനിശ്ചയോടെ പോയതായിരുന്നു. പക്ഷെ നടന്നില്ല. ഇന്ന് നമ്മൾ മൊത്തം 17 ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ട് 1175 രൂപയാണ് പ്രോഫിറ്റ് എന്ന് മൊത്തം ഏണിങ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ ഇന്നൊരു 110 കിലോമീറ്റർ എങ്ങാണ്ട് ഓടിയിട്ടുള്ളൂ. 110-120 കിലോമീറ്റർ എങ്ങാണ്ട് ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഒരു 200 രൂപ പെട്രോള് പ്ലസ് ഞാൻ ഉച്ചയ്ക്ക് ചോറ് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 60 രൂപ അതും. മൊത്തത്തിൽ നമുക്ക് 260 രൂപ എക്സ്പെൻസ് ഉണ്ട്. അതിനകത്തുനിന്ന് ഈ 1175 നിന്നും 260 രൂപ കുറച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 900 രൂപയാണ് 900 രൂപയാണ് നമുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതിനിടയ്ക്ക് അവിടുന്ന് സാറിന് കയറി വന്ന്. ഓക്കെ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.